വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. വിശ്വാസ സത്യങ്ങൾ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടോളാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ വിവിധ തരങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡിന് തുടർച്ചയാണിത്. കഴിഞ്ഞ എപ്പിസോഡുകളിലെ ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളെക്കുറിച്ച്, അതിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ വിശദീകരിച്ചു. ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇന്ന് വിശദീകരിക്കേണ്ടത് പരിശുദ്ധ അമ്മയോട്, വിശുദ്ധരോടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥന നമ്മുടെ സഭയിലും നമ്മുടെ നാട്ടിലും പൂർവികമായിട്ടുള്ളതാണ്. മറിയത്തോടുള്ള പ്രാർത്ഥനകൾ ഏറ്റവും കൂടുതൽ പള്ളികൾ തന്നെ സെൻറ്റ് മേരീസ് ചർച്ച് എന്നുള്ള പേരിലാണ്. അതിനെക്കുറിച്ചാണ് പ്രേക്ഷകർക്ക് ഇന്ന് വിശദീകരിക്കേണ്ടത്. നമ്മൾ അന്തിമമായി പ്രാർത്ഥിക്കുന്നത് ത്രിത്വിക ദൈവത്തോടാണെന്ന് പറയുമ്പോഴും ഇവിടെ പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഡിസ്റ്റിങ്ഷനും കൂടി എന്നറിയണം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും ലക്ഷ്യസ്ഥാനം ത്രിത്വിക ദൈവമാണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൽ യാതൊരു മാറ്റവും. പക്ഷേ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും ഒക്കെയുള്ള പ്രാർത്ഥനകൾ വിശുദ്ധരോടുള്ളതുകൊണ്ട് നമുക്ക് ചില ആൾക്കാർക്ക് ചെറിയൊരു സംശയം ഉള്ളിൽ കിടക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധരോടല്ലേ എന്നാണ്. പക്ഷേ ആ പ്രാർത്ഥനകളുടെ ലക്ഷ്യസ്ഥാനം വിശുദ്ധരല്ല എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ടത്. അതായത് മാതാവിന് ഒരു പ്രത്യേകമായ സ്ഥാനം സഭയുടെ രക്ഷണീയ കർമ്മത്തിൽ നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഈ പുത്രനെ ലോകത്തിലേക്ക് അയക്കാനും ഉള്ള ആ വഴിയൊരുക്കുന്നതിൽ ഒരു പ്രധാന കണ്ണിയായിട്ട് പരിശുദ്ധ അമ്മ ജീവിച്ചു, ഉത്തരം നൽകി. തമ്പുരാൻ്റെ അമ്മ എന്നുള്ളത് ദൈവമാതാവ് എന്നുള്ള ടൈറ്റിൽ തന്നെ സഭ നൽകിയിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ ആദ്യം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് മുതൽ കുരിശിൻ്റെ ചുവട്ടിൽ എത്തി നിന്ന് അവിടെ രക്ഷണീയ കർമ്മം പൂർത്തിയാക്കുന്നത് വരെയും, പിന്നീട് അപ്പസ്തോലന്മാർ ചിതറിപ്പോയ അവസരത്തിൽ അവരെ ഒരുമിച്ച് കൂട്ടി സഭയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടം മുതൽ ഇവരെ നയിക്കുകയും ചെയ്ത ഈ അമ്മ തീർച്ചയായിട്ടും സഭയുടെ രക്ഷാകര ദൗത്യത്തിൽ ഒരു മാധ്യസ്ഥത്തിൽ എന്ന്. പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു റോള് മാതാവിനെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം, നമ്മൾ മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെയാണ് പ്രാർത്ഥിക്കുന്നത് വാസ്തവത്തിൽ ദൈവത്തിനോടാണ്. ലക്ഷ്യസ്ഥാനത്തിൽ മാറ്റമില്ല. കാരണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലം നൽകുന്നത്, കൃപ നൽകുന്നത് മാതാവല്ല. എല്ലാ ഗ്രേസിൻ്റെയും, നന്മകളുടെയും അതുപോലെ കൃപയുടെയും ഉറവിടം ദൈവം മാത്രമാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് ഓരോ മനുഷ്യനും അവൻ്റെ സ്ഥലകാല ഭേദം അനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് ആ രക്ഷണീയ കർമ്മത്തിൽ പല പ്രധാന പങ്കുകൾ വഹിച്ച, ഇപ്പോൾ മാതാവുണ്ട്, വിശുദ്ധ ഔസേപ്പ് പിതാവുണ്ട്, പിന്നെ മറ്റു വിശുദ്ധർ ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആളുകൾ, രക്തസാക്ഷികളുണ്ട്. അതായത് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ പങ്കുകൊള്ളുന്ന, ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞ് അവർ തിരിച്ചു പോയി ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിച്ചേർന്ന ആത്മാക്കളിലെ വിശുദ്ധ പദവിയിലേക്ക് എത്തിയ ആളുകളെല്ലാവരും ഈ ഒരു ദൈവത്തിൻ്റെ കൂട്ടായ്മയിലാണ്, പുണ്യവാന്മാരുടെ കൂട്ടായ്മ എന്ന് പറയും. അപ്പോൾ അങ്ങനെ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും സാക്ഷ്യത്തിൻ്റെ തലത്തിൽ ജീവിച്ച് പിന്നീട് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ ചേരുകയും ചെയ്ത ആളുകളോട് നമ്മൾ ഒരുപാട് പ്രാർത്ഥനകൾ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോ നൊവേന പ്രാർത്ഥനകളൊക്കെ ഒന്ന് എടുത്തു നോക്കുക. ഉദാഹരണം, ഞാനൊരു പുസ്തകം അതിനു വേണ്ടി വായനക്കാർക്ക് ഒരു ഉറപ്പ് വരുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കുറേ കഴിഞ്ഞൊരു അനുദിന പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അത് തലശ്ശേരി രൂപതയിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു ചാക്കോ കുടിപ്പറമ്പിൽ ആലുവ സെമിനാരിൽ പണ്ട് പഠിച്ച ഒരു സുഹൃത്താണ്, നമ്മുടെ ഒരു അച്ഛനും കൂടിയാണ്. അപ്പോൾ അത് പിന്നീട് ഇപ്പോൾ അവരുടെ രൂപത തന്നെ എടുത്ത് വളരെയധികം കോപ്പികൾ അതിൽ വിറ്റിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ പല വീടുകളിലൊക്കെ ഞാനും ചില ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. വീട്ടിലെല്ലാ തരം അവസരങ്ങൾക്കും പറ്റിയ പ്രാർത്ഥനകൾ അതിലൊരു കോർത്തിണക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ചില പ്രാർത്ഥനകളുടെ രീതി മനസ്സിലാക്കിയാൽ നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നത്
ത്രിത്വൈക ദൈവത്തോടാണോ അല്ലെങ്കിൽ ക്രിസ്തുവിനോടാണോ, ക്രിസ്തുവിനോടോ പരിശുദ്ധാത്മാവിനോടോ പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, നേരിട്ട് അഡ്രസ്സ് ചെയ്യാം. എന്നാൽ നമ്മളിതിൽ കാണുന്ന തിരുഹൃദയത്തോടുള്ള നൊവേന, ഈ നൊവേനകളാണ് ആളുകൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നത്. നൊവേന തിരുഹൃദയത്തിനോടാണ്. അപ്പോൾ അത് കർത്താവ് തന്നെയാണ്. അവിടെ നമുക്ക് വലിയ സംശയം വരേണ്ട കാര്യമില്ല. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, അങ്ങയുടെ പ്രസാദപരവും ആശീർവാദവും ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അത് തിരുഹൃദയത്തിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം അങ്ങയുടെ സമാധാനം ഞങ്ങളെ വലയം ചെയ്യട്ടെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ജ്വലിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം എന്നിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ തിരുഹൃദയത്തിന് അനുയോജ്യമായി തീരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടെ പ്രാർത്ഥന അഡ്രസ്സ് ചെയ്യുന്ന ആരോടാണ്? ഈശോയോട് തന്നെയാണ്. ഇനി അതേസമയം വിശുദ്ധ യൗസേപ്പിനോടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് നോക്കാം. ദൈവപുത്രൻ്റെ വളർത്തുപിതാവും ദൈവജനനിയുടെ നിർമ്മല ഭർത്താവും സംരക്ഷകനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ദൈവ തിരുമനസ് അറിഞ്ഞപ്പോൾ ജാഗ്രതയോടും സ്നേഹത്തോടും കൂടി അങ്ങ് നിറവേറ്റുവാൻ സന്നദ്ധനായല്ലോ. അവിടെ പ്രാർത്ഥനയൊന്നുമില്ല. നമ്മൾ ഔസപിതാവേ എന്ന് വിളിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ആൾക്കാർ വിചാരിക്കണം ഔസപിതാവിനോട് പ്രാർത്ഥിക്കണം. ഇല്ല, ഔസപിതാവ് ചെയ്ത ഒരു കാര്യം അവിടെ സ്മരിക്കുകയേ ചെയ്തിട്ടുള്ളൂ. മനുഷ്യരുടെ പ്രശംസയിൽ നിന്നും ബഹുമാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നസ്രത്തിൽ അധ്വാന നിരതനായ ജീവിത കടമകൾ നിറവേറ്റിക്കൊണ്ട് അവിടുന്ന് ജീവിതം നയിച്ചു. പരിശുദ്ധ അമ്മയെയും ഉണ്ണിയെയും സംബന്ധിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും വിശ്വാസ ദൃഷ്ടിയ കണ്ടു. ഈ വിശിഷ്ട സുഹൃത്തുങ്ങൾ ഞങ്ങളുടെ സ്വന്തമാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് നമ്മൾ വിശുദ്ധ ഔസേപ്പിനോട് പ്രാർത്ഥിക്കണില്ല. വാസ്തവത്തിൽ നമ്മൾ ആ മാധ്യസ്ഥം തേടാണ്. ഔസേപ്പ് പിതാവിനോട് പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി നീയേ പുത്രൻ്റെ അടുത്ത്, പിതാവായ ദൈവത്തിൻ്റെ അടുത്ത്, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പോൾ അതുപോലെ വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള നൊവേന, ഇത് നമ്മുടെ ആളുകൾക്ക് കാരണം ഇതിൻ്റെ പേരിൽ തന്നെ ഭയങ്കര തെറ്റിദ്ധാരണകളും അന്ധമായ ഭക്തികളും ചിലപ്പോൾ വളരുകയാണ്. അപ്പോൾ ചില ഒബ്ജക്ട്സിലേക്ക്, ഇപ്പോൾ ഉടമ്പടിയൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം, അവിടെ എന്നിട്ട് മാസിക ഏതാണ്ട് കർത്താവിൻ്റെ ഗ്രേസ് കൊടുക്കണ പോലെയൊക്കെയാണ് ചിലർ പറയണത്. അത് അരച്ചു കുടിക്കുക, തലേണയുടെ അടിയിൽ വയ്ക്കുക. അപ്പോൾ മാസികയാണ് ആൾക്കാരെ രക്ഷപ്പെടുത്തണേ. വളരെ തെറ്റായ ധാരണകളാണ്. കൃപ നൽകുന്നത് ദൈവം മാത്രമാണ്. അപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിനുള്ള പ്രാർത്ഥനകൾ നോക്കിക്കും. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോടൊരു ഉണ്ടായിരിക്കുമെന്നും നരകവാദികൾ സഭയ്ക്കെതിരായി പുറപ്പെടുകയിൽ അരുളി ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മ വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കണമേ. പ്രാർത്ഥന അഡ്രസ്സ് ചെയ്യുന്ന കർത്താവിനാണ്. അങ്ങേ ദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് വിശ്വാസദാർഢ്യവും പുണ്യത്തിൽ അഭിവൃദ്ധിയും പ്രദാനം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്നത് അപ്പോഴും കർത്താവിനോടാണ്. ഈ മാധ്യസ്ഥം ഞങ്ങൾക്ക് വിശ്വാസത്തിന് വലിയ സാക്ഷി നൽകി രക്തസാക്ഷിയായിട്ട് മരിച്ച അദ്ദേഹം അങ്ങ് പുണ്യവാന്മാരുടെ ഐക്യത്തിൽ അങ്ങയോടൊപ്പം ഉണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിൻ്റെ വിശുദ്ധിയും ഞങ്ങൾക്ക് കാണിച്ചു തന്ന അതിനെയും കൂടി പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അഭിവൃദ്ധി നൽകണമേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവിനോട്. അപ്പോൾ ഏത് നൊവേന പ്രാർത്ഥനകൾ എടുത്തു നോക്കിയാലും അതിൽ ഒരുവിധം സഭയുടെ ഇംപ്രിമാത്തൂർ ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയും. സഭയുടെ മേലധികാരികൾ ബിഷപ്സിൻ്റെ അവിടെ നിന്ന് ഇംപ്രിമാത്തൂർ എന്ന് എഴുതിയ ഒരു ഭാഗം അതിൻ്റെ ആദ്യ ഗ്രന്ഥത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവും. അതില്ലെങ്കിൽ പിന്നെ അത് നടക്കുന്നത് ഔദ്യോഗികമല്ല. അങ്ങനെയുള്ള പ്രാർത്ഥന കാര്യങ്ങൾ സഭയിൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടാനും പാടില്ല. ഇപ്പോൾ എനിക്ക് ഒരു വെളിപാട് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു പരിപാടി എഴുതാൻ പാടില്ല. ദൈവത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിനോട് തന്നെയാണ് നമ്മൾ. കാരണം അവർ നമ്മളിൽ ബാക്കി വിശുദ്ധരും മാതാവ്, ഔസപിതാവ് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പുണ്യാത്മാക്കളെല്ലാം നമുക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. അവർ ദൈവിക പ്രഭയിൽ, ദൈവിക സാന്നിധ്യത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ അവർ പുണ്യവാന്മാരുടെ ഐക്യത്തിലാണ് എന്നുള്ളത് ശരിയാണ്. ഇപ്പം ഈ സാർവത്രിക മതബോധനം തന്നെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവിടെ താലന്തുകളുടെ ഉപമ പറയുന്ന അവസരത്തിൽ ഒരു ഉപമ കർത്താവ് പറയുന്നല്ലോ. ഒരു യജമാനൻ പോകുമ്പോൾ 5 താലന്ത് ഒരാൾക്ക് കൊടുത്തു, വേറെ ആൾക്ക് 2 കൊടുത്തു, ഒരാൾക്ക് 1 കൊടുത്തു. 5 കൊടുത്തവൻ അത് ക്രയവിക്രയം ചെയ്ത് 5 കൂടി സമ്പാദിച്ചു കൊടുത്ത്. അപ്പോൾ അവനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. നീ എൻ്റെ പൈസ വെറുതെ കളഞ്ഞില്ല, അത് അധ്വാനിച്ച് ഇങ്ങനെയാക്കി, നീ നിത്യവാദത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് നിനക്ക് അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് യജമാനൻ ആ താലന്തിൻ്റെ ഉപമയിൽ അവനോട് പറയുന്നുണ്ട്. മരണാനന്തര ശേഷമുള്ള ഒരു കാര്യത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ചില ആൾക്കാർ അതിനെ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുണ്യാന്മാരുടെ ഐക്യത്തിലേക്ക് പ്രവേശിച്ച ആൾക്കാരെ 5 താലന്തിന് 5 കൂടി വർദ്ധിപ്പിച്ച് 10 നിത്യസമ്മാനത്തിന് അർഹനായ ആളുകൾക്ക് ദൈവം കൂടുതൽ അവരിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ
ഒരവസരം ഏൽപ്പിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് അതിൻ്റെ അടിയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിശുദ്ധർക്കും മറ്റ് അങ്ങനെയുള്ള പുണ്യാന്മാരുടെ ഐക്യത്തിൽ പങ്കുചേരുന്ന ആത്മാക്കൾക്ക് പ്രാധാന്യം ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നൊവേന പ്രാർത്ഥനകൾ വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, യൂദാതദേവൂസ് അല്ല നമുക്ക് അനുഗ്രഹം തരുന്നത്, അല്ലെങ്കിൽ ഔസപിതാവല്ല, പരിശുദ്ധ അമ്മയല്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരു നൊവേന പ്രാർത്ഥന ചെല്ലാതിരുന്നുകൊണ്ട് അവൻ ഭക്തിയില്ലാത്തവനാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അന്തോണീസ് പുണ്യാളനും യൂദാതദേവസുമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, പിന്നെ ജോർജ് പുണ്യാളൻ ചില അവസരങ്ങളിൽ. അപ്പോൾ ആളുകൾ പലപ്പോഴും ഓർക്കുന്നത് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുകയാണ്. വിശുദ്ധ കുർബാനയിൽ അവർക്ക് വലിയ താല്പര്യമില്ല. നൊവേന പ്രാർത്ഥനയിൽ പോയിട്ട് ആ നേരത്ത് കണ്ണീരൊഴുക്കി തല ഇറങ്ങി വീണ് കിടന്ന്, അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അവരുടെയൊക്കെ ഉള്ളിൽ ആരോടാ പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവും പിതാവായ ദൈവവും പുത്രനായ ദൈവവുമാണോ ദൈവം? അതോ യൂദാതദേവൂസ് ആണോ, അന്തോണീസ് പുണ്യാളനാണോ, വിൻസെൻ്റ് പുണ്യാളനാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള മതബോധനക്ക് എന്താ ഒരു കാര്യം കൂടി പറയേണ്ടത്. നമ്മൾ ഈ വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ആ വിശുദ്ധരുടെ പ്രാർത്ഥനയോടുകൂടി ചേർന്നുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ദൈവസമക്ഷത്തിലേക്ക് സമർപ്പിക്കുന്നത്. വിശുദ്ധരുടെ അവരുടെ മധ്യസ്ഥത്തിലൂടെ എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥ മധ്യസ്ഥൻ കർത്താവ് മാത്രമാണ്. ബാക്കിയുള്ളവരെ സഹമാധ്യസ്ഥത്തിൽ ആണ് നമ്മൾ കാണുന്നത്. സഹമധ്യസ്ഥരാണ് അവർ. പക്ഷേ കൃപ നൽകാൻ വിശുദ്ധർക്കൊന്നും കഴിവില്ല. അത് ഗ്രേസ് തരുന്നത് ദൈവം തന്നെയാണ്. അടുത്തതായിട്ട് ഈ പ്രാർത്ഥനയിൽ പരിശീലനം നൽകേണ്ടവർ ആരൊക്കെയാണെന്ന് ഈ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട്. പ്രധാനമായിട്ട് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയാം. കൊച്ചുകുട്ടികൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കുന്നത് സന്ധ്യാപ്രാർത്ഥനയിലൂടെയും പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെയാണ്. പക്ഷെ അതിന് പുറമെ മതബോധന ടീച്ചേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ള ആത്മീയ ശുശ്രൂഷകരൊക്കെ അതിനും കൂടി ഒന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ പ്രാർത്ഥന നയിക്കുന്നത്, പ്രാർത്ഥിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് നമ്മൾ പറയും അച്ഛന്മാരും സന്യാസിനികളും ഒക്കെയാണ്. പിന്നെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരും പള്ളിയിൽ കൂടുതലും പലപ്പോഴും അവരാണല്ലോ. അൽമായരും പ്രാർത്ഥനകൾ നയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇവർ സാർവത്രിക മതബോധനത്തിലെ എല്ലാ ആളുകളെയും എടുത്ത് പറയുന്നുണ്ട് വാസ്തവത്തിൽ. അപ്പോൾ വ്യക്തിഗതമായ പ്രാർത്ഥന നമ്മൾ രഹസ്യത്തിൽ നമ്മൾ തന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തി അതിൽ ഉൾപ്പെടുന്നു. പക്ഷേ കൂട്ടായൊരു പ്രാർത്ഥനയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും അഭിഷിക്തരായ ശുശ്രൂഷകരെ, അത് അച്ഛനാകാം, ഡീക്കനാകാം, മെത്രാനാകാം, അവരുടെ ഉണ്ട്. പിന്നെ സന്യാസികൾ. ഈ സന്യാസികൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വലിയ സംഭാവന ചെയ്തവരാണ്. ഇപ്പോൾ നമ്മുടെ സഭയിലെ കാനോനിക പ്രാർത്ഥനകൾക്കൊക്കെ ഒത്തിരി പ്രാധാന്യം കിട്ടിയത് വാസ്തവത്തിൽ ഈ സന്യാസികൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ ഫ്രാൻസിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ വികാരിയച്ഛനൊക്കെ പറയും, അത് ഇവിടെ ഷാർത്ര എന്ന് പറയുന്ന ട്രാപ്പിസ്റ്റ് അവിടെയൊക്കെ ആശ്രമങ്ങളുണ്ട്. അല്ലെങ്കിൽ അവധിക്കാലത്ത് ഞാൻ പള്ളികളിൽ സേവനം ചെയ്യാൻ പോകുമ്പോൾ ടൗണിൽ അങ്ങനത്തെ ട്രാപ്പിസ്റ്റ് ഇത് കുറവാണ്. ഈ സന്യാസികൾ ജീവിക്കുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്കൊക്കെ പോകണം, ഗ്രാമങ്ങളിലേക്കും ടൗണിൽ നിന്ന് അകലെ. ഏത് ടൗണിലും അവരുണ്ടാവില്ല. കാരണം അവർ കുറേയും പ്രകൃതിയിലെ അവർ കൃഷി, മലമുകളിലെ കൃഷി, പിന്നെ പശുവിനെ വളർത്തൽ, അവിടെ ചീസ് ഉണ്ടാക്കൽ, അവരുടെ അധ്വാനം മുഴുവൻ അതിലാണ്. പിന്നെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ, വെള്ളിയാഴ്ച, എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനകൾക്ക് അവിടെയൊക്കെ പള്ളിയിലെ ആൾക്കാർ പലപ്പോഴും കാലത്ത് ജോലിക്ക് പോകണ കാരണം പോകാൻ പറ്റിയില്ലെങ്കിലും ഈ ഈവനിങ്ങിലെ സായാഹ്ന പ്രാർത്ഥന ഒരു 3/4 മണിക്കൂറൊക്കെ ഉണ്ടാവും ഇവരുടെ. അത് ഗ്രിഗോറിയൻ ചാൻഡോട് കൂടിയൊക്കെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആളുകൾ കാറ് വെച്ചിട്ട് ഈവനിങ്ങിൽ ഈ നടക്കാനൊക്കെ പോയി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലാ പാർക്കിലൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ആൾക്കാർ, ഞാൻ ചില സമയങ്ങളിൽ ട്രാപ്പിസ്റ്റ് ചെന്ന് കഴിയുമ്പോൾ പള്ളി ഫുള്ളാളാ. ആ പള്ളിയുടെ ഫ്രണ്ടിലെ സന്യാസികൾ 19 പേര് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ ഫുൾ വേഷത്തിലായിരിക്കും, ധൂപക്കുറ്റി ഉണ്ടാവും, ഭയങ്കര സോളമായിട്ട് പാട്ട് ഇങ്ങനെ പാടുന്ന ഗ്രിഗോറിയൻ ചാൻ. പക്ഷെ ബാക്കിൽ ജനം ഭയങ്കരമായിട്ട് അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അവർ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ അവർ പ്രാർത്ഥനകളൊക്കെ സപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഈ സന്യാസിനികളും അതുപോലെ തന്നെ. ഞാൻ ചില ക്രിസ്തുമസ് പ്രോഗ്രാംസ് നടത്താൻ കോർസിക്ക എന്ന് പറഞ്ഞൊരു കോർസ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ക്രിസ്മസിന് നടത്താൻ അച്ഛന്മാരെ കിട്ടാണ്ട്. അപ്പോൾ ഞാനൊക്കെ അവിടെ കപ്പലിലൊക്കെ പോയി അവിടെ ചെന്ന് ആ പ്രാർത്ഥനയൊക്കെ, അപ്പോൾ അവിടെ തണുപ്പുള്ള സമയത്ത് ഡിസംബറിൽ ക്രിസ്മസിനൊക്കെ ഞാൻ ഓർക്കുന്നു, അവിടെയൊക്കെ ഈ ആളുകൾ ഇങ്ങനെ ചൂടാക്കാനുള്ള സിസ്റ്റമൊക്കെ തീ കത്തിച്ച് ഒക്കെയാണ്.
വളരെ ദരിദ്രരായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് ആ സമയത്ത് തടിച്ചു കൂടുന്നതാണ്. അവിടെ കന്യാസ്ത്രീകൾ മാത്രമേ ഉള്ളൂ അതിൽ. ഇവിടെ ഇപ്പം നമ്മുടെ വാഗമണ്ണിൽ അങ്ങനെ ആശ്രമമായിട്ടിരിക്കും. വാഗമണ്ണ് അങ്ങേക്ക് പരിചയമുള്ള സ്ഥലമാണ്, നമ്മൾ എപ്പോഴും പോകുന്ന സ്ഥലമാണ്. അവിടെ ഇതുപോലെ 7 നേരത്തെ പ്രാർത്ഥനകളും ഉണ്ട്. അപ്പോൾ നല്ല തണ്ണിയിൽ അപ്പുറത്ത് മുരിക്കൻ പിതാവ് താമസിക്കുന്ന സ്ഥലത്ത് മുരിക്കൻ പിതാവിന് ചെന്ന് കാണുമ്പോൾ കൂടപ്പുഴ അച്ഛൻ്റെ ആശ്രമം അതിൻ്റെ അടുത്തുണ്ട്. പിന്നെ നല്ല തണ്ണിയിലെ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കാട്ടിൽ വസിക്കുന്ന 3-4-5 പേരുണ്ട്. കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ ഇവരൊക്കെ അടുത്ത് പോയിരുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് അവരെ സന്ദർശിക്കും. കുരിശുമലയിൽ നമ്മൾ എപ്പോഴും പോകും, നമ്മൾ തന്നെ അവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. കുരിശുമല അവിടെയൊക്കെ ഈ എല്ലാ യാമപ്രാർത്ഥനകളും ഉണ്ട്. ഈ യാമപ്രാർത്ഥനകളിൽ ആളുകൾ പങ്കുകൊള്ളുക, അവരുടെ ചൈതന്യത്തോടുകൂടി ചേർന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ കണ്ടമാനം പരിശീലിപ്പിച്ചിട്ടുണ്ട്. സന്യാസിനികളുണ്ട്, അച്ഛന്മാർ അഭിഷിക്തരായവരുണ്ട്, കുടുംബത്തിൽ മാതാപിതാക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ പറയും. കാരണം അമ്മിഞ്ഞപ്പാലിനോടൊപ്പം അവരുടെ അമ്മമാരെ കുട്ടിക്ക് അമ്മിഞ്ഞ കൊടുക്കുന്ന അവസരത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന ആ നിമിഷം മുതൽ ഇത് അവരുടെ ഹൃദയത്തിൽ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് നമ്മുടെ പ്രാർത്ഥനാശീലം. പുതിയ തലമുറയിലെ ഈ സോഷ്യൽ മീഡിയയുടെ അറ്റാക്ക് കൊണ്ട് ആ കുടുംബ പ്രാർത്ഥനയുടെ ഒരു ചെറിയൊരു അത് ഏറ്റവും വലിയ നഷ്ടമാണ്. ഒരു ആത്മീയ ജീവിതത്തിലേക്കുള്ള വളർച്ചയിൽ ബേസിക് ഫോർമേഷൻ നഷ്ടപ്പെട്ടു പോകും. കാരണം ബാക്കിയുള്ളതൊക്കെ നമ്മൾ എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളൊന്നും അത്ര നിൽക്കില്ല. ഉപബോധ മനസ്സിലേക്ക് കയറിക്കൂടുന്നത് ഏറ്റവും 8 വയസ്സിന് മുമ്പ് വരെയുള്ള കാലഘട്ടത്തിൽ കാൾ ഗുസ്താവ് യുങ് മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് പോലെ അന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറുന്ന കുറേ ചിത്രങ്ങളും അനുഭവങ്ങളും ഇംപ്രഷൻസും കോഡ് ലാംഗ്വേജസും അമ്മയുടെയും പ്രാർത്ഥിക്കുന്ന ചാച്ചൻ്റെയും അമ്മയുടെയും മുഖത്ത് വിരിയുന്ന സഹോദരി സഹോദരന്മാരുടെ മുഖത്ത് വരിയുന്ന സന്തോഷമൊക്കെയാണ് കുട്ടിയിലെ പ്രാർത്ഥനയായിട്ട്. തമ്പാച്ചൻ എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോയി അവർ പ്രാർത്ഥിപ്പിച്ച് നടത്തുന്ന ആ കാര്യങ്ങൾ മുട്ടുമേ കുത്തി നിർത്തി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ഇന്ന് പ്രാർത്ഥന സമൂഹങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ പരിശീലിപ്പിക്കുന്നതിൽ ഇന്ന് വലിയൊരു കാര്യം പറയേണ്ടതാണ്. നവീകരണ ആത്മീയത വന്നതിന് ശേഷമുള്ള ഒരു വലിയ ഗ്രൂപ്പുകളാണ് പ്രാർത്ഥന കളരികളായിട്ടാവും മാറുന്നത്. കുടുംബ സമ്മേളന വേദികൾ, പ്രാർത്ഥന കൂട്ടായ്മകൾ പല ഇടവകളിലും ഉണ്ട് എല്ലാം പറയുന്നുണ്ട്. അതുപോലെ ഈ ഇതിൽ അടുത്തതായിട്ട് പറയുന്നത് പ്രാർത്ഥിക്കാൻ പറ്റിയ ഇടങ്ങൾ, സ്ഥലങ്ങൾ ഏവ എന്നുള്ളതാണ്. പള്ളിക്ക് പുറമെ അതെ, പള്ളിയാണ് ഏറ്റവും നമ്മൾ പ്രധാനമായ സ്ഥലമായിട്ട് പറയുന്നത്. കാവുദാശികമായ പ്രാർത്ഥനകൾ മുഴുവൻ അവിടെയാണ്, ദിവ്യബലി അവിടെയാണ് നടക്കുന്നത്. മാത്രമല്ല അവിടെയുള്ള പ്രാർത്ഥനയ്ക്കുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹം മുഴുവൻ അവിടെയുണ്ട്, സഭ മുഴുവൻ അവിടെയുണ്ട്. ഒരു ഇടവകയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക സമൂഹം എന്ന് പറയുന്നത് കുടുംബം ഒരു ഗാർഹിക സഭ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇടവക എന്ന് പറയുന്നത് ഒരു ഇടവകയും ഒരു സഭയാണ്. ഒരു രൂപതയുടെ വിവിധ ഇടവകകളിൽ ഞായറാഴ്ചകളുള്ളതുകൊണ്ട് ഇടവക പള്ളികളിലാണ് മെയിൻ സർവീസസ് നടത്തുള്ളൂ, വികാരിച്ചൻ. അപ്പോൾ അവിടെ ആ ഗ്രാമത്തിലെ ആ ഇടവകയിൽപ്പെട്ട എല്ലാ ആളുകളും ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരമായ ഇതിലെ അംഗങ്ങളാണെന്നുള്ള ഒറ്റ വിചാരത്തോടുകൂടി ഒരുമിച്ച് വന്ന് അവരെ പ്രാർത്ഥിക്കുന്ന ഒരു ഇടമാണ് പള്ളി. അപ്പോൾ പള്ളി കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ പറയാവുന്നത് കൊച്ചു പള്ളികൾ, ഈ കുരിശു പള്ളികൾ ഒക്കെ ഇതുപോലെ അതിൻ്റെ താഴെ കണ്ട ഒരു സ്ഥലമാണ്. പിന്നെ നേരത്തെ ഒരു എപ്പിസോഡിൽ സാറ് പറയുണ്ടായി രഹസ്യ പ്രാർത്ഥനകൾ നടത്തും, വിസിറ്റ കഴിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള രഹസ്യ പ്രാർത്ഥനകൾ നടത്തുമ്പോഴും പലരും പള്ളി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചാപ്പലുകൾ ഉപയോഗിക്കാറുണ്ട്, ദിവ്യകാരുണ്യ സങ്കേതങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സന്യാസ സമൂഹങ്ങളുടെ പള്ളികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം അതിലുള്ളത് ഈ പ്രാർത്ഥന നയിക്കാൻ പറ്റുന്നൊരിടമായിരിക്കണം അത്. ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന, ഞാനൊക്കെ പലപ്പോഴും ആലോചിക്കാറുള്ളത് ഈ എപ്പോഴും പള്ളി തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു മലമുകൾ പോയാൽ സുന്ദരമായിട്ട് പ്രാർത്ഥിക്കാം, ഒരു പുഴയുടെ തീരത്തിരുന്നാൽ സുന്ദരമായിട്ട് പ്രാർത്ഥിക്കാം, കടൽ തീരത്തിരുന്നാൽ പ്രാർത്ഥിക്കാം. ജനങ്ങൾ അങ്ങനെ ബഹളം വയ്ക്കുന്ന ബീച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചുകൂടിയൊക്കെ ഏകാന്തമായിട്ട് ഒരു, അപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥന കുറേ കൂടി ധ്യാനമായിട്ട് മാറും, പ്രകൃതിയോട് കൂടി ചേർന്നിട്ടുള്ള. പ്രകൃതിയോട് എനിക്ക് തോന്നുന്നത് ഈ പ്രാർത്ഥനയോടൊപ്പം വരേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ സാർവത്രിക മതബോധനം പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ധ്യാനത്തെക്കുറിച്ച് അടുത്ത ഭാഗങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാം. പ്രാർത്ഥന ധ്യാനാത്മകമാകണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ കുട്ടികൾ ലോകമതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിനോട് ബന്ധപ്പെടുത്തി സിഖ് ഗുരുദ്വാരയിലെ തേവരയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിലയിരുത്തിയപ്പോൾ പിള്ളേർ പറയുമായിരുന്നു ആ സിഖ് ഗുരുദ്വാരയിൽ അവർക്ക് മെയിനായിട്ടുള്ളത് ആദി ഗ്രന്ഥ്, പ്രധാനപ്പെട്ട വിശുദ്ധ ഗ്രന്ഥം അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ അവരിങ്ങനെ ഭയങ്കര പ്രാർത്ഥനയുടെ സെൻ്ററാണ്. അതിലത്തെ ഭജനങ്ങളൊക്കെ അവർ വായിക്കും. അതേസമയം ഇവർ പാടുമ്പോൾ
ഒരു തബലക്കാരനും ഒരു ഹാർമോണിയംകാരനും ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ വായിക്കുന്നു. ഇദ്ദേഹം ഇങ്ങനെ ഭജന പാടി 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 ധ്യാനത്തിൽ പെടുക. പിന്നെ അവിടെ ഇടയ്ക്ക് വെച്ച് പുള്ളി നിന്ന് പോവുക. അപ്പോൾ തബലക്കാരൻ പെരുക്കുന്നുണ്ട് ആ നേരത്ത്. കുറച്ചേരം കഴിയുമ്പോൾ ഇദ്ദേഹം വീണ്ടും അവരുടെ ഗുരുമുഖി ലിപിയിലാണ്, പഞ്ചാബി ഇതിൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കഴിഞ്ഞു വന്നപ്പോൾ പ്രദേശത്ത് പറയായിരുന്നു, അവർ ധ്യാനമാണ് പ്രാർത്ഥനയിൽ ലയിച്ചു പോവുകയാണ്. നമ്മൾ ചില അവസരങ്ങളിൽ ധൃതിയിൽ കൊന്തെത്തിച്ച് തീർക്കാൻ വേണ്ടി യുദ്ധനെ വാച്ച് നോക്കി 20 മിനിറ്റ് കൊണ്ട് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അപ്പോഴേക്കും അവിടെ അപ്പുറത്തുള്ള സാധനം വേണം. അതൊന്നും ഇവർ കേൾക്കണില്ല. കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി എന്താണ് പറയണതെന്ന് തന്നെ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഒരു യാന്ത്രികമായി പോകാതെ പ്രാർത്ഥന എപ്പോഴും അത് നല്ല രീതിയിൽ നടക്കണമെങ്കിൽ ഏകാന്തമായ സ്ഥലങ്ങൾ ധ്യാനാത്മകമായിട്ട് അത് നയിക്കണം. തീർത്ഥാടനങ്ങൾ ഇതിനെ പറ്റിയതാണ്. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ മിക്കവാറും പല കത്തീഡ്രലിനോടൊക്കെ ബന്ധപ്പെട്ട് സ്ലീവാപാത വെച്ചിരിക്കുന്നു, കൊന്തയുടെ രഹസ്യങ്ങൾ, മാതാപാത, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ ഓരോ പള്ളികളിലും കാണാം. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും ഇതൊക്കെ ഒരു വഴിപാട് പോലെ പോകരുത്. വെളങ്കണിക്ക് ഒത്തിരി പേര് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ചിലയിടത്ത് കഴിഞ്ഞാൽ ജെറുസലം ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ആ പാടത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ തൃശ്ശൂർ ബൈബിൾ ടവർ, കൊരട്ടി മാതാവിൻ്റെ അവിടെ പുറകിൽ, ഇങ്ങനെ ഓരോ ചാലക്കുടിയിലെ പുറകിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പോൾ ഒരുപാട് ഈ റിലീജിയസ് ടൂറിസം എന്ന് പറയുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടങ്ങളാകാം. പക്ഷെ അത് ഇടങ്ങളാകുമ്പോൾ ടൂറിസം ആവരുത്. തീർത്ഥാടനങ്ങൾ മലയുടെ മലയ്ക്ക് പോകുന്നത് എവിടെയായാലും ആ തീർത്ഥാടനത്തിൽ ഭക്തൻ ഭക്തമായ കാര്യങ്ങളിൽ ലയിച്ച് ധ്യാനാത്മകമായിട്ടാണ് അത് ചെയ്താൽ മാത്രമാണ്. അപ്പോൾ അതാണ് അതിൽ ഇടങ്ങളുടെ പ്രാധാന്യം. ഇടം എന്തു വേണമെങ്കിലും ആകാം, പക്ഷെ പ്രധാനപ്പെട്ട ഇടം കൗതാശികമായിട്ട് ഇങ്ങനെ ലേപനം ചെയ്യപ്പെട്ട പള്ളി, അങ്ങനെയൊക്കെയുള്ള അൾത്താരകളൊക്കെയുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. രൂപങ്ങളുടെ പ്രതിമകളൊക്കെ വെച്ചിട്ടുള്ള, ബൈബിളൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിസരം നമ്മുടെ വീട്ടിലായാലും റൂമിലായാലും വളരെ നല്ലതാണ്. പക്ഷേ അതിലുപരി ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു മനസ്സിൻ്റെ ഇടമാണ്. മനസ്സ് നിശബ്ദമായിരിക്കണം, ധ്യാനാത്മകമായി ദൈവത്തിൽ ലയിക്കണം. അതിന് പറ്റുന്ന ഒരു വൈകാരികവും അല്ലെങ്കിൽ പരിസരപരവുമായ ഒരു ഇടമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. മാതാവിനോടും വിശുദ്ധരോടുള്ള പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയിൽ പരിശീലനം നൽകേണ്ടവർ ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും ഇടങ്ങളെക്കുറിച്ചും എല്ലാം പ്രേക്ഷകർക്ക് വിശദീകരിച്ചതിന് അച്ഛനെ നന്ദി പറയുന്നു. താങ്ക് യു. ഹൃദയം ബലിപീഠമാക്കണം, പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോടും വിശുദ്ധരോടും ചേർന്ന് സർവശക്തനായ പിതാവിനോടും ദൈവത്തോടുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അതിനെപ്പറ്റി ഇടങ്ങൾ നാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതങ്ങളിലേക്ക് ഉയരാനായിട്ടുള്ളൊരു ആഗ്രഹം, ഒരു ധ്യാനം നമ്മുടെ പ്രാർത്ഥനയിൽ ശീലിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.